ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് എടുക്കാം. 6 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നേരെ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിലാണ് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുന്നത്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതൊന്ന് വേവിക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്താണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. ഇങ്ങനെ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിമിലേക്ക് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 7-8 മിനിറ്റിൽ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ജീരകം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ മാങ്ങ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മാങ്ങയൊക്കെ നല്ലപോലെ കുക്കായി വന്ന സമയത്താണ് നമ്മൾ ഇതേപോലെ തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് വെക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ചൂടായി തിളവന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. താളിച്ച് ചേർക്കാനായിട്ട് മറ്റൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ താളിച്ചത് നമുക്ക് നേരെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.